സിപിഎമ്മുമായി നേരിട്ട് പടപൊരുതാൻ തയ്യാറെടുക്കുകയാണ് സിപിഐ. ഇടതുമുന്നണിയിലെ ആഭ്യന്തര വിഷയങ്ങളിൽ സിപിഐ സിപിഎം തർക്കങ്ങൾ പതിവാണ് എങ്കിലും ഇത്തവണ അത് ആഭ്യന്തര തർക്കത്തിനും അപ്പുറത്തേക്ക് വളർന്നിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സിപിഎം നടത്തുന്ന കരുനീക്കങ്ങളെയാണ് സിപിഐയെ അസ്വസ്ഥമാക്കുന്നത്. തദ്ദേശ വാർഡ് വിഭജനം എന്ന ആശയത്തിൽ പലപ്പോഴായി പല രാഷ്ട്രീയ പാർട്ടികളും എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോർപ്പറേഷനിൽ നടത്തിയ വാർഡ് വിഭജനത്തിൽ ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായി സിപിഐയും കടുത്ത അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ഥിരമായി സിപിഎം മത്സരിക്കുന്ന 3 വാർഡുകൾ പൂർണ്ണമായി ഒഴിവാക്കിയതും 2 ടൈമായി വിജയിക്കുന്ന വഴുതക്കാട് വാർഡ് വെട്ടിമുറിച്ചതുമാണ് സിപിഐയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വാർഡുകൾ പഴയപടി നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ഡിലിമിറ്റേഷൻ കമ്മിറ്റിക്കും പരാതികൾ നൽകാൻ അതത് വാർഡ് കമ്മിറ്റികളുടെ സിപിഐ ജില്ലാ നേതൃത്വം നിർദ്ദേശിക്കുന്നുണ്ട്. സിപിഐ മത്സരിക്കുന്ന PTP നഗർ, ശംഖുമുഖം, ശ്രീവരാഹം വാർഡുകളാണ് നിലവിൽ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് വാർഡിലെ ഏതാനും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് 2000-ലാണ് PTP നഗർ വാർഡ് രൂപീകരിച്ചത്. അന്നു മുതൽ തുടർച്ചയായി 3 ടൈം വിജയിച്ച് മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയ ജി ഹാപ്പികുമാർ ഹാട്രിക് വിജയം നേടിയിരുന്നു. 2015-ൽ വനിതാ സംവരണം ആയപ്പോഴാണ് സിപിഐക്ക് വാർഡ് കൈവിടേണ്ടി വന്നത്. 5 തവണ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിച്ച വാർഡ് പൂർണ്ണമായും ഒഴിവാക്കിയതിനാലാണ് സിപിഐക്ക് അതൃപ്തിയായത്. 2010-ലെ വാർഡ് വിഭജനത്തിന് ശേഷം 2 ടൈം സിപിഐ സ്ഥാനാർത്ഥികളാണ് ശംഖുമുഖം വാർഡിൽ വിജയിച്ചത്. 2020-ലെ തെരഞ്ഞെടുപ്പിലും സിപിഐ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. എങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരുന്നത്. പാർട്ടിയുടെ സ്വന്തം വാർഡ് എന്നാണ് ശ്രീവരാഹത്തെ സിപിഐ വിശേഷിപ്പിക്കുന്നത്. സർക്കാർ വിമൻസ് കോളേജും ജംഗ്ഷനും ഉൾപ്പെടെ വാർഡിന്റെ സുപ്രധാന ഭാഗങ്ങൾ വെട്ടിമാറ്റിയതാണ് വഴുതക്കാട് പ്രതിഷേധത്തിന് കാരണമായത്. മുറിച്ചു മാറ്റിയ ഭാഗങ്ങൾ പാളയം, തൈക്കാട് വാർഡുകളോടാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായ രാഖി രവികുമാറാണ് കഴിഞ്ഞ 2 ടൈമായി വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. ജനറൽ വിഭാഗത്തിൽപ്പെട്ടിട്ടും 2020-ലെ തെരഞ്ഞെടുപ്പിൽ രാഖിയെയാണ് LDF മത്സരിപ്പിച്ചത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച 6-ാം നമ്പർ ഉൾപ്പെടുന്ന ഭാഗം ഒഴിവാക്കിയതാണ് സിപിഐ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന 3 വാർഡുകൾ പൂർണ്ണമായും ഇല്ലാതാക്കിയതിൽ കോൺഗ്രസിനും കടുത്ത പ്രതിഷേധമുണ്ട്. പെരുന്താണി വാർഡ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിലെ കൗൺസിലർ P. പത്മകുമാർ കഴിഞ്ഞ ദിവസം ഉപവാസ സമരം നടത്തിയിരുന്നു. 17 വാർഡുകളിലാണ് സിപിഐ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നത്. പ്രതിഷേധങ്ങളുടെയും നിവേദന പ്രളയത്തിന്റെയും അടിസ്ഥാനത്തിൽ ശംഖുമുഖം, PTP നഗർ വാർഡുകളിൽ 1 സ്ഥാപിച്ചേക്കുമെന്ന സൂചനയുമുണ്ട്. സിപിഐയുടെ പ്രതിഷേധം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്. കരട് പട്ടികയിൽ ഒഴിവാക്കിയ വാർഡ് അന്തിമഘട്ടത്തിൽ ഉൾപ്പെടുത്തിയാൽ വാർഡുകളുടെ നമ്പറുകൾ വീണ്ടും മാറും. എന്നാൽ സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയതിനു പിന്നാലെ സിപിഐ മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. LDFന് അനുകൂലമായി വാർഡുകൾ പുനർനിർണയിച്ചുവെന്ന് UDFനായിരുന്നു അന്ന് കൂടുതൽ പരാതി. ചില പഞ്ചായത്ത് ഭരണസമിതികളും പരാതി നൽകാനുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു. ചട്ടപ്രകാരം ആക്ഷേപമുണ്ടെങ്കിൽ ഡിലിമിറ്റേഷൻ കമ്മീഷനാണ് ആദ്യം പരാതി നൽകേണ്ടത്. അവിടെ പരിഹാരമായില്ല എങ്കിൽ മാത്രമാണ് കോടതിയിൽ പോകാനാകൂ. പരാതി നൽകാൻ 1 മാസം സമയമുണ്ട്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്ക ജില്ലാ തലത്തിൽ പരിശോധിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്ന 3 വാർഡുകൾ വെട്ടിമാറ്റിയിരുന്നു. കൊല്ലം ജില്ലയിലെ തദ്ദേശ വാർഡ് പുനർനിർണയത്തിലെ അശാസ്ത്രീയത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുമെന്ന് സിപിഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുകയും ചെയ്തിരുന്നു. പത്തനംതിട്ടയിൽ നഗരസഭകളിലും പഞ്ചായത്തുകളിലും മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് UDF അനുകൂല വാർഡുകളെ LDFന് അനുകൂലമായ രീതിയിലാണ് അതിർത്തി നിർണയിച്ചിരിക്കുന്നതെന്നും ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും കോൺഗ്രസ് ജില്ലാ നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നു. ഇടുക്കിയിൽ LDF ഭരിക്കുന്ന നെടുങ്കണ്ടം പഞ്ചായത്തിൽ 2 വാർഡുകൾ പുതുതായി കൂട്ടിച്ചേർത്തത് മാനദണ്ഡം പാലിക്കാതെയാണെന്ന് UDF ശക്തമായി ആരോപിച്ചിരുന്നു. എറണാകുളം ജില്ലയിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വാർഡുകൾ വിഭജിച്ചു എന്ന ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. കൊച്ചി കോർപ്പറേഷനിലെ വാർഡ് പുനർനിർണയം അശാസ്ത്രീയമാണെന്ന് കാണിച്ചുകൊണ്ട് UDFും BJPയും ഡിലിമിറ്റേഷൻ കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചിരുന്നു. പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിൽ വാർഡ് വിഭജനം നടത്തിയത് സ്വതന്ത്ര അംഗം തുടർച്ചയായി 3 വട്ടം വിജയിച്ച 4-ാം വാർഡ് വെട്ടിമുറിച്ചുകൊണ്ടാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടായേക്കാവുന്ന പരാതികൾ ഒഴിവാക്കാൻ കൂടിയാണ് ഇതെന്നും ആക്ഷേപമുയർന്നിരുന്നു. മലപ്പുറം ജില്ലയിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കരടിൽ വീടുകളുടെ പൂർണ്ണമായ വിവരം ലഭ്യമായില്ലെന്ന് പാർട്ടികൾക്ക് പരാതിയുണ്ടായിരുന്നു. ചില വാർഡുകളിൽ മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ജനസംഖ്യ വളരെ കൂടുതലാണെന്ന പരാതിയും ഉയർന്നു വന്നിരുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ UDFന്റെ കുത്തക തകർക്കാൻ നടത്തിയ വാർഡ് വിഭജനമാണ് ഇത്തവണത്തേതെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും UDF ജില്ലാ നേതൃത്വം ആദ്യമേ അറിയിച്ചിരുന്നതാണ്. കോർപ്പറേഷൻ നഗരമധ്യത്തിലെ വാർഡുകളിൽ UDF നിലനിർത്തി പോരുന്ന ആധിപത്യം തകർക്കാൻ ലക്ഷ്യമിട്ടാണ് 5-ലേറെ വാർഡുകളുടെ വിഭജനമെന്നും അന്ന് ആരോപണമുണ്ടായിരുന്നു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാർഡ് വിഭജനം എന്ന ആശയം ഇടത് സർക്കാരിനെ തന്നെ ഇപ്പോൾ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIയുടെ പ്രതിഷേധം തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും നിലവിലുണ്ട്.